മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന നാട്. മതത്തിന്റെ, ജാതിയുടെ, സമുദായത്തിന്റെ, കൊടിയുടെ പേരിൽ വെട്ടേറ്റും വെടിയേറ്റും ജീവൻ ഹോമിച്ചവരുടെ നാട്. ഇത് പരശുരാമന്റെ നാട്. ഓണത്തേർത്ത് അങ്ങാടി മുക്കിൽ നടുവോട്ടില് ചോരയില് കുളിച്ച് കിടക്കണുണ്ട്. ഇപ്പൊ പോയാ കാണാം നല്ല ഹരണ്ട്. അതൊന്നും എനിക്കറിയൂല. എന്തായാലും നാളെ ഹർത്താലുറപ്പാ. പീടി പൂട്ടുന്നതിന് മുന്നേ കോയർച്ചും കപ്പി വാങ്ങണം. പിന്നെ ഷീറ്റ് കലക്കി ഹരണ്ടാവാൻ ഒരു കുപ്പിയും. ഒരു നിലക്കും തിരിയൂല. അച്ചു കിടക്കണ കച്ച് കണ്ടാലേ മുദ്രാവാക്യം വിളിക്കാണോ പ്രാർത്ഥിക്കാണോന്ന് മനസ്സിലാവൂല. പെട്ടെന്ന് കാര്യം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കല്ലോ മനുഷ്യ. മയ്യത്തായത് ആരാണ് പറയും? ഞമ്മളെ കൂട്ടരാ. ഇച്ചിന്റെ മോനെ ദാസനെ കണ്ടീനോ? ഇച്ച മോനേടെ പോയി? വരേണ്ട നേരം കഴിഞ്ഞല്ലോ. കരുതിയിരിക്കണം. ഇത് ചെയ്തത് നമ്മുടെ സമുദായക്കാരാണെന്ന് പുറത്ത് വെറുതെ ഒരു സംസാരം. ഇപ്പൊ വെട്ടിന്റെ കണക്ക് സമാസമം. ഇനി ഒന്നിങ്ങോട്ടുണ്ടായാൽ തിരിച്ച് രണ്ടായിരിക്കണം അങ്ങോട്ട് കൊടുക്കേണ്ടത്. എന്തുകൊണ്ട് ശേഖരം വായി പൊളിച്ച് നോക്കിയിരിക്കണേ? ആ മൂലയിൽ റീത്തലെടുത്ത് ചായം പൊശി ഫ്ലവർ ഒട്ടിച്ച് തലമ വിലങ്ങ് തൂക്കിയിട്. എന്റെ പുണ്യാളാ, ഈ വെട്ടിന്റെ തുടച്ച നാളെ ഉണ്ടാവണേ. ഐ, ഞാനൊന്ന് രക്ഷപ്പെട്ടിട്ട് ഇഷ്ടം. മണിച്ചേച്ചി, മണിച്ചേച്ചി, ബാഗും പുസ്തകം വാങ്ങി തരാ പറഞ്ഞു പോയതാ എന്റെ ഏട്ട്. ഇവരുടെ നേരം കഴിഞ്ഞ് എനിക്ക് പേടിയാവുന്നു മണിച്ചേച്ചി. ന്യൂസ് അവറിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ, സംവാദങ്ങൾ. ഒരു വശത്ത് മഞ്ഞ, മറുവശത്ത് പച്ച. അവിടെ നീല, ഇവിടെ ചുവപ്പ്. എന്നോടൊന്നും ചോദിക്കരുത്. അച്ഛൻ പണിക്ക് പോയതല്ലേ മോളെ. ഞാൻ കേട്ടത് നേരാ. പേരക്കുട്ടിക്ക് അച്ഛനില്ലാതാവോ? ദാസേട്ടൻ പോയി. കത്തിയതിനു മുമ്പ് കണക്ക് തീർക്കും ഞങ്ങള്. ദാസേട്ടങ്ങളെ ഭർത്താവ് മാത്രമല്ല, ഞങ്ങളെ രക്തസാക്ഷി കൂടിയാ. രക്തസാക്ഷി. എന്തിനു വേണ്ടിയാടാ രക്തസാക്ഷിയായത്? നാടിനു വേണ്ടിയോ അതോ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ? പക തീർക്കാൻ ഒരാൾ, അതിലപ്പുറം എന്ത് കാരണാടാ? നിങ്ങളെ മോൻ പോയാലും ഇഞ്ച മോൻ പോയാലും ഓർക്കതൊരു പോരുകയും മാത്ര. പെറ്റ വയറിന് അതൊരു ജീവനാ. ഒരു തെറ്റും ചെയ്യാത്തന്റെ ദാസേട്ടന് ഒരെന്തിനാ പച്ചയ്ക്ക് വെട്ടിക്കൊന്നത്? കാര്യമല്ല വേണ്ടത്, കാണിച്ചു കൊടുക്കണം. പ്രസവിക്കാൻ ഒരു പെണ്ണിന് ദൈവം കൊടുത്ത ഗർഭപാത്രം പെറ്റ കുഞ്ഞിനെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ ഗർഭപാത്രം തന്നെ കീറി മുറിക്കുന്നതാ. എന്നാലേ നമുക്ക് വേണ്ടത് സ്നേഹരാജ്യ. മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹരാജ്യം. സ്നേഹസമുദ്രങ്ങളായിരിക്കണം മതങ്ങൾ. സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഓരോ മനുഷ്യ ചെയ്തികളും. സ്നേഹമാണ് അഖിലസാര മൊഴികൾ. സ്നേഹസാരമേഹ സത്യമേകമാം. നന്ദി, നമസ്കാരം.